ഉപസമിതിയായിട്ട് ബന്ധമില്ല. ഉപസമിതി കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നമ്മുടെ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. PM ശ്രീ പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, വൈദ്യുത വകുപ്പ് മന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവർ അംഗങ്ങളായ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാകുന്നു. ഉടനെ കിട്ടും, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അത് ഇത് പിന്നെ പല കുടിശ്ശിക ആയതുകൊണ്ട് അവരുടെയും 1, 2, 3 തവണകളായി റിലീസാക്കുക എന്നുള്ള നിലയിലുള്ള ഒരു ആലോചനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിനെപ്പറ്റി നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറയണം. ഒന്നും ചോദിച്ചിട്ടില്ല, ഒരു കാര്യം ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഈ തട്ടിക്കലാവുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഉണ്ടാവുന്നു, അത്രയൊക്കെ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? CPIക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇങ്ങനെ കത്ത് വൈകുന്നത് കൊണ്ടെങ്കിൽ? കത്ത് കേന്ദ്രത്തിന് കത്തയക്കാൻ വൈകുന്നത് കൊണ്ടെങ്കിൽ CPIക്ക് വിഷമം വല്ലതും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മിനിസ്റ്റർ തന്നെ അത് പരിഹരിക്കാൻ ഇടപെടുമോ? അല്ല, അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും രാജനുമായിട്ടൊക്കെ ഇന്നലെ സംസാരിച്ചു. അങ്ങനെ വിഷമം ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമല്ലല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ പ്രശ്നമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. ചില പത്രമാധ്യമങ്ങൾക്ക് വിഷമമുണ്ട്. ചില പത്രങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. കാരണം ഈ പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അങ്ങനെ ഏങ്ങി കരയാണ്. അല്ല, ചില മാധ്യമങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്, അവരുടെ കരച്ചിൽ കണ്ണീരങ്ങനെ ഒഴുകുകയാണ്. ഒരു പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാക്കാനൊക്കെ പുറത്തുനിന്നുള്ള ചില ആൾക്കാരൊക്കെ ശ്രമിച്ചു. പക്ഷെ അങ്ങനെയൊന്നും പ്രശ്നത്തിൽ കുടുങ്ങുന്ന മുന്നണിയല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കോൺഗ്രസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ അതാണ് തീരുമാനം. ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റിയുണ്ട്, അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഏതെങ്കിലും വ്യക്തിയല്ല നയിക്കുന്നത്, മുന്നണിയാണ് നയിക്കുന്നത്. സ്വാഭാവിക അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ കൂടെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഇന്നുള്ള രീതി അനുസരിച്ചാണെങ്കിൽ കൂട്ടായ ചർച്ചയും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കലുമാണ്. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, അതിപ്പം എനിക്ക് ഈ അങ്ങനെ നമുക്ക് ഒരളവ് പോലില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ലല്ലോ. അവർക്ക് അങ്ങനെ ഒരു വിഷമവും. ഞങ്ങളിൽ എല്ലാ കാര്യങ്ങളും കൂട്ടായി നടത്താൻ വേണ്ടി പോവുകയല്ലേ. ഞങ്ങൾ കൂട്ടായ കാര്യങ്ങൾ ചെയ്യാൻ നടത്തുന്നതിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിലത്തേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. LDFിൻ്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. ഒരു പ്രശ്നമില്ലാതെ സംസ്ഥാന കമ്മിറ്റി അവസാനിച്ചു. അപ്പോൾ അതെല്ലാം CPIയുടെ ആൾക്കാർക്കല്ല വിഷമം, ചില മാധ്യമങ്ങൾക്കാണ് വിഷമം. അതാ ഞാൻ വീണ്ടും ആവർത്തിച്ച് തന്നെ പറയാം. SSKയുടെ ഫണ്ടാണ്. SSKയുടെ ഫണ്ടിൽ നിന്നാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അവരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുണ്ടാകും. സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. ഇത്രയും പേരെ നമുക്ക് സ്ഥിരപ്പെടുത്തിയാൽ ഉണ്ടാവുന്ന ഒരു വൻ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നവും വരും. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭിന്നശേഷി കുട്ടികളെ അങ്ങേറ്റം ലാളിച്ചും അവരെ പഠിപ്പിച്ചും അവരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ 25,000 രൂപയ്ക്ക് താഴെയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്.
ഒരു ജൂറി കമ്മിറ്റി എടുത്ത കാര്യം ഗവൺമെൻറ് അംഗീകരിക്കുക, ആ ക്യാബിനറ്റും അതിലെ മന്ത്രി എന്നുള്ളതിൽ ഞാനും അത് അംഗീകരിക്കുക എന്നല്ലാതെ ഞാൻ അതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി പഠിച്ച് കാര്യങ്ങൾ പറയാനൊന്നും ഞാനാളല്ല. അതിൻ്റെ പേരിൽ പിന്നെ പഠിച്ച് പറയാൻ ആളല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇനി വിദ്യാഭ്യാസ മന്ത്രിയായി തുടരാൻ യോഗ്യതയില്ലെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, അതിന് ഇനി പ്രത്യേക യോഗ്യതയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാ പിന്തുണയ്ക്കും നന്ദി. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. എല്ലാ കാര്യവും നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ കാണേണ്ട കാര്യമില്ല, ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണ് എല്ലാം. ഇന്നലെ രാത്രി ഞാൻ പ്രതികരിച്ചേ ഇല്ല. കാര്യം ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മാത്രം പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് ഉദ്ദേശിച്ചാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സങ്കടം തോന്നി. നിങ്ങൾ കയറ്റിന് മുമ്പ് അങ്ങനെ നിൽക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. അന്ന് നിശ്ചയമായ ഒരു ഐശ്വര്യ ദിവസമായിരിക്കും, അതിനൊരു തർക്കം വേണ്ട.